മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്ക് സ്വർണത്തോടുള്ള ഭ്രമം വളരെ പ്രശസ്തമാണ്. സ്വർണം തൊടാതെ ഒരു ആഘോഷം പോലും നമ്മുടെ നാട്ടിലില്ല. ആഭരണത്തോടുള്ള പ്രേമം ചെറുതുമല്ല. വില കുതിച്ചുയരാൻ കാരണങ്ങളിലൊന്ന് സ്വർണത്തിന് ആവശ്യക്കാർ ഏറെയുണ്ട് എന്നതാണ്. എന്നാൽ ആഭരണങ്ങൾക്കായി സ്വർണം വാങ്ങുന്നത് മാത്രമാണോ സ്വർണവില ഇത്രയും കുതിക്കാൻ കാരണം? എല്ലാ രാജ്യങ്ങളും സ്വർണം വാങ്ങിക്കൂട്ടുന്നുണ്ട്. സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത്. എത്രത്തോളം സ്വർണത്തിന്റെ കരുതൽ നിക്ഷേപമുണ്ടോ അത്രയും സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കാം. ഇതാണ് പ്രമുഖ രാജ്യങ്ങളെ സ്വർണത്തിലേക്ക് ആകർഷിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങിക്കൂട്ടുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുമുണ്ട് എന്നതാണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് സ്വർണ്ണ ഖനനം 2023 വർദ്ധിച്ചിട്ടുണ്ടത്രേ. ആവശ്യക്കാരും ഏറിയിട്ടുണ്ട്. വില കൂടിയതൊന്നും സ്വർണത്തിന് മാറ്റുകുറയാൻ ഇടയാക്കിയിട്ടില്ലെന്ന് ചുരുക്കം. വ്യക്തികൾ വാങ്ങുന്നതിനു പുറമെ രാജ്യങ്ങളും സ്വർണം വാങ്ങിക്കൂട്ടുന്നു. 2023 ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയും തുർക്കിയും അമേരിക്കയുമാണ് എന്ന് വേൾഡ് ഗോൾഡ് കൗൺസിൽ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷം ആഗോളതലത്തിൽ സ്വർണത്തിന്റെ ആവശ്യവും ഉപയോഗവും വർദ്ധിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഗോൾഡ് ബാർ, കോയിൻ എന്നിവയിലെ നിക്ഷേപവും വൻതോതിൽ ഉയർന്നു. നേരത്തെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് സ്വർണത്തിന് കൂടുതൽ ആവശ്യമുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ഇക്കാര്യത്തിൽ മുന്നിൽ. ഇന്ത്യയുടെ സ്വർണ്ണ നിക്ഷേപം 185 ടൺ വർദ്ധിച്ചു. തുർക്കിയുടേത് 160 ടൺ വർദ്ധിച്ചിട്ടുണ്ട്. അമേരിക്കയുടേത് 113 ടണ്ണും. സ്വർണ്ണ ഖനനത്തിലും മാറ്റം വന്നിട്ടുണ്ട്. ജ്വല്ലറി മേഖലയിൽ നിന്നുള്ള ആവശ്യം സുസ്ഥിരമാണെന്നും ഗോൾഡ് കൗൺസിൽ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു. കോവിഡ് കാലത്തിനു ശേഷമാണ് മിക്ക രാജ്യങ്ങളും സ്വർണ്ണ നിക്ഷേപത്തിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കാൻ തുടങ്ങിയത്. 2023 സ്വർണ്ണവിലയിൽ 15% വർധനവാണ് രേഖപ്പെടുത്തിയത്. ജനുവരിയിലെ വിലയും ഡിസംബറിലെ വിലയും താരതമ്യം ചെയ്താണ് ഇക്കാര്യം പറയുന്നത്. അതുകൊണ്ടുതന്നെ സ്വർണത്തിലുള്ള നിക്ഷേപം ഒരിക്കലും നഷ്ടമാകില്ലെന്ന് ഉറപ്പിക്കാം. ഓരോ വർഷവും സ്വർണത്തിന്റെ വില കുതിക്കുക മാത്രമാകും ചെയ്യും. കഴിഞ്ഞ വർഷം മൊത്തം വാങ്ങിയ സ്വർണത്തിന്റെ 21% വിവിധ രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകളാണ് സ്വന്തമാക്കിയത്. മിക്ക ബാങ്കുകളും അവരുടെ കരുതൽ ധനം സ്വർണ്ണ രൂപത്തിലാണ് സൂക്ഷിക്കുന്നത്. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് 70% കരുതൽ ധനവും സ്വർണ്ണരൂപത്തിൽ സൂക്ഷിക്കുന്നു. ഇന്ത്യയുടെ സ്വർണ്ണ നിക്ഷേപം ഇന്ത്യയിലും വിദേശ ബാങ്കുകളിലുമായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്.